ഒരാൾ ഭരണാധികാരിയായിട്ട് അധികാരത്തിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിക്കുന്നത് ആ രാജ്യത്തെ ജനങ്ങളെ ശാക്തീകരണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ആദ്യത്തെ പ്രസംഗം തന്നെ നടത്തിയപ്പോൾ 2-3 രാജ്യങ്ങൾക്കെതിരായ ഒരു യുദ്ധപ്രഖ്യാപനം എന്നതുപോലെ പരോക്ഷമായിട്ടെങ്കിലും ആർക്കെങ്കിലും തോന്നിയാൽ തെറ്റു പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, പാനമ എന്ന് പറയുന്ന ചെറിയ രാജ്യം, 4-5 മില്യൺ ആളുകളുള്ള രാജ്യം. അതിപ്പോൾ പാനമയെക്കുറിച്ച് ജിയോഗ്രഫിക്കലി പറയുകയാണെങ്കിൽ സൗത്ത് അമേരിക്കയും മധ്യ അമേരിക്കയും അതിൻ്റെ ഇടയിലുള്ള ഒരു പാലം പോലെ കഴിയുന്ന, പ്രത്യേകിച്ച് പാനമ കനാൽ എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള കഴിഞ്ഞ 100 വർഷമായിട്ടുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും പസഫിക് സമുദ്രത്തിൻ്റെയും ഇടനാഴിയായി കപ്പലുകൾക്ക് കടന്നു പോകാൻ പറ്റുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള കനാൽ എന്ന അർത്ഥത്തിലുള്ള ഈ പാനമ കനാൽ പണ്ട് സഹായം ചെയ്ത് നിർമ്മിച്ചു കൊടുത്തത് അമേരിക്കയാണെന്നുള്ളത് കൊണ്ട് അതുവഴി ഇപ്പോൾ അമേരിക്കൻ കപ്പലുകൾ പോകുമ്പോൾ കൂടുതൽ ചാർജ് ഈടാക്കുന്നു, മോശമായിട്ട് പെരുമാറുന്നു, നല്ലൊരു സാഹചര്യമില്ല. അങ്ങനെ നമ്മൾ നിർമ്മിച്ച് അവർക്ക് കൊടുത്തിട്ട് നമ്മളെ സഹായിക്കുന്നതിന് പകരം ഇപ്പോൾ നമ്മളെ കൊണ്ട് അങ്ങോട്ട് കൂടുതൽ വസൂലാക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ട്രംപ് ആ കനാൽ തിരിച്ചെടുക്കും എന്ന് പറയുന്ന രൂപത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ വിവാദമായിരിക്കുകയാണ്. പാനമയുടെ ഭരണാധികാരി രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തിരിച്ചു കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് ഡൊണാൾഡ് ട്രംപ് പാനമയ്ക്കെതിരെ അല്ല പറഞ്ഞതെങ്കിലും ഈ പാനമ കനാലിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ചൈനീസ് ഇൻവെസ്റ്റേഴ്സാണ്. ചൈനയ്ക്ക് റോളുണ്ട്. അതുകൊണ്ട് അമേരിക്കയെ തടയിടാൻ വേണ്ടി ചൈന കണ്ടെത്തിയിരിക്കുന്നൊരു മാർഗം ഈ മേഖലയിൽ പിടിമുറുക്കം നടത്താൻ ഈ കനാലിൻ്റെ ആധിപത്യം ഉണ്ടാക്കുക എന്നുള്ളതാണെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മധ്യ അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും മധ്യത്തിലുള്ള പാനമ ശത്രുപക്ഷത്ത് നിൽക്കാൻ പറ്റുന്ന രാജ്യമായി പെട്ടെന്നൊറ്റ രാത്രി കൊണ്ട് മാറുന്നു. ഇങ്ങനെ നടക്കുന്ന ചൈന അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് അമേരിക്കയുമായി താരിഫിൻ്റെ കാര്യത്തിലൊക്കെ ടാക്സുമായി ബന്ധപ്പെട്ട, ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട, കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തർക്കം നിൽക്കുന്നു. അപ്പോൾ പരോക്ഷമായിട്ട് ചൈനയെയും കടന്നാക്രമിച്ചിരിക്കുന്നു. മാത്രമല്ല ഇപ്പം നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സും പിന്നെ കാനഡയും, അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ മധ്യ അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള മെക്സിക്കോ ഉൾക്കടലിൻ്റെ പേര് തന്നെ മാറ്റിയിട്ട് അമേരിക്കൻ ഉൾക്കടൽ എന്നാക്കണം, ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കണം. ഗൾഫ് ഓഫ് മെക്സിക്കോ അല്ല, ഇനി മുതൽ അങ്ങനെയല്ല അറിയപ്പെടേണ്ടത്. കാരണം ഇത്രയും ഇങ്ങനെയൊക്കെ നമ്മൾ അംഗീകരിച്ച് പേരിട്ട് വിളിക്കുന്നെങ്കിലും മെക്സിക്കോയിൽ നിന്ന് ആളുകൾ അതിർത്തി കടന്നിങ്ങ് അമേരിക്കയിലേക്ക് വരികയും ഇവിടെ താമസക്കാരായിട്ട് മാറുകയും ചെയ്യുന്നു. നമ്മളിവിടെ നിന്ന് പോലീസ് ബോർഡറിൽ വെച്ച് പിടിക്കുന്നു, എന്നിട്ട് ഇവിടെ തന്നെ അവരെ അങ്ങ് വിട്ടയക്കുന്നു. ആ പരിപാടി ഇനി വേണ്ട. അങ്ങനെ തന്നെ മില്യൺ കണക്കിന് ആളുകളെ മെക്സിക്കോയിലേക്ക് തിരിച്ചയക്കുന്ന പരിപാടിയിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും മെക്സിക്കോയുടെ ഭാഗത്തുനിന്നും അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു എതിർപ്പ് ട്രംപിന് നേരിടേണ്ടി വരും. സ്വന്തം രാജ്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി സ്വന്തം രാജ്യത്തിൻ്റെ കാശ് മറ്റുള്ളവർക്കൊരു സഹായമായി കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ചു. അതൊക്കെ ടാക്സ് കട്ടായിട്ട് സ്വന്തം ജനങ്ങൾക്ക് കൊടുക്കാം, വെളിയിൽ നിന്ന് കാശ് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്ന സമീപനമാണ് ട്രംപ് ചുരുക്കത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ 2-3 രാജ്യങ്ങൾക്ക് മേൽ ഇങ്ങനെയായി വരുമ്പോൾ മധ്യ അമേരിക്കയിലെ പാനമ ഇടനാഴി എന്ന് പറയുന്ന ആ കനാൽ ഇനിയിപ്പോൾ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളിലേക്ക് പോകും. തുടക്കം തന്നെ വിവാദമായി മാറിയിരിക്കുന്നു. പക്ഷേ അമേരിക്കയിൽ കഴിയുന്നവർ ഒറ്റക്കെട്ടായി ട്രംപിനെ സ്വാഗതം ചെയ്യുന്ന വിധത്തിലാണെന്ന് നിരീക്ഷക റിപ്പോർട്ട് ഇതിനകം വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഇനി ലോകത്തെവിടെയുമുള്ള ആളുകൾക്ക് പെട്ടെന്ന് തൽക്കാലം സഹായമൊന്നും കൊടുക്കുന്നില്ല. ഇവിടുത്തെ കാശ് ഇവിടെ. അതുപോലെ ഈ കാർ നിർമ്മാണമടക്കം ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലുള്ള ഗ്രീൻ കാറുകൾ, ഇലക്ട്രിക് കാറുകൾ അതൊന്നും നിർബന്ധിക്കാനൊന്നും പറ്റില്ല. ഇഷ്ടം പോലുള്ള കാർ ആർക്കും വാങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ. ടാക്സ് അമേരിക്കയ്ക്കുള്ളിൽ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് വെളിയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകൾക്ക് ഉന്നതമായ താരിഫ് ഏർപ്പാടാക്കിക്കൊണ്ട് വരുമാനം വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെ പറയുന്നത് വഴി ജനങ്ങളുടെ കൈയടി കിട്ടാനുള്ള മാർഗം ഉണ്ടായിട്ടുണ്ട് താനും. ഏതായാലും ചുറ്റുവട്ടത്ത് കുറേ ശത്രുക്കളെ സൃഷ്ടിക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ പെരുമാറ്റം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മറ്റു പല കാര്യങ്ങളും ഓർമ്മ വരും. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം മാത്രം മുൻനിർത്തിക്കൊണ്ട് മറ്റു രാജ്യങ്ങളെ തൃണവൽ ഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനം. ഇനിയിപ്പോൾ എണ്ണയുടെ കാര്യത്തിൽ ഡ്രിൽ ബേബി ഡ്രിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ എണ്ണയും ഗ്യാസും ഊറ്റിയെടുത്തിട്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ വിറ്റിട്ട്
ഏറ്റവും വലിയ കാശുകാരായി ഇക്കാര്യത്തിൽ മാറുക, നമ്പർ 1 മാറുക, ഇങ്ങനെയുള്ള അജണ്ടയുമായിട്ട് പോകുമ്പോൾ മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന വിധത്തിലായി മാറാതിരിക്കുന്ന സമീപനങ്ങളാണ് ലോകം ആഗ്രഹിക്കുന്നത്. ഏതായാലും തുടക്കം തന്നെ ഇത്തരം കാര്യങ്ങളിൽ വിവാദമായി മാറുമ്പോൾ നമുക്ക് നോക്കിയിരുന്ന് കാണാം. വരുന്ന 4 വർഷങ്ങൾ ട്രംപിൻ്റെ ഭരണത്തിന് കീഴിൽ ആധുനിക അമേരിക്ക സുവർണഘട്ടത്തിലേക്ക് തന്നെയാണോ കടക്കുന്നത് നമുക്ക് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കാം.